വേദനാ മരുന്നുകൾ, വേദനാ സംഹാരികൾ മയക്കുമരുന്നുകളാണ്. വേദനാ സംഹാരികൾ മയക്കുമരുന്നുകളാണ്. ഇവിടെ നമ്മുടെ നാട്ടിൽ കൊടുക്കുന്ന ഈ വേദനാ സംഹാരി മരുന്നുമായിട്ട് നിങ്ങൾക്ക് ഗൾഫിൽ പോയി ഇറങ്ങാവോ? ഒരു 6 മാസം ഗൾഫിൽ നിൽക്കുന്ന ആള് 6 മാസവും വേണ്ടി വന്നാലുള്ള മയക്കുമരുന്ന് വെച്ചുകൊണ്ട് പോയാൽ ജയിലിൽ കിടക്കുക. അവിടെ മയക്കുമരുന്ന് കൊണ്ടുവന്നതിന് വേദനാ സംഹാരി, പ്രത്യേകിച്ച് ഓപ്പിയോഡ് മരുന്നുകൾ മയക്കുമരുന്നുകളാണ്. അത് നിങ്ങളുടെ തലച്ചോറിനെ മയക്കിയത് കൊണ്ട് വേദന നിങ്ങൾ അറിയുന്നില്ല എന്നുള്ളതാണ്. വേദന അറിയിക്കുന്ന ആ നാഡീഞരമ്പുകളെ തളർത്തുകയാണ് പെയിൻ കില്ലേഴ്സ് ചെയ്യുന്നത്. ഒരിക്കലും വേദനയുടെ കാരണം മാറ്റി തരികയല്ല. അപ്പോൾ വേദനയുടെ കാരണം മാറ്റാതെ വേദന അറിയിക്കാതെ ആകുന്ന സൂത്രം കൂടോത്രം. അലോപ്പതി മരുന്നുകൾ കൂടോത്രങ്ങളാണ്. ആ കൂടോത്രം ചെയ്തത് കൊണ്ട്, അശാസ്ത്രീയമായി നിങ്ങൾ നിങ്ങളുടെ വേദന ഇല്ലാതാക്കാൻ നോക്കിയത് കൊണ്ട് നിങ്ങൾ കൂടുതൽ പണിയെടുക്കും, കൂടുതൽ ഡാമേജ് വരും. പിന്നെ നിങ്ങൾ മരുന്ന് കഴിക്കും, കൂടുതൽ മരുന്ന് കഴിക്കും, കൂടുതൽ കേടുവരും. അവസാനം ഏത് മരുന്ന് കഴിച്ചാലും മാറാത്ത രീതിയിൽ അത് തകരുമ്പോൾ അവർ പറയും നമുക്ക് പശുവിൻ്റെ മുട്ട് വെച്ച് തരാം, ആടിൻ്റെ വെച്ച് തരാം. എന്തെല്ലാം വഴികളുണ്ട്. അവയവ കച്ചവടമാണ്, സ്പെയർ പാർട്സാണ് ഇപ്പോൾ മനുഷ്യ ശരീരം. ഒരു മനുഷ്യ ശരീരത്തെ വേണ്ട പോലെ ഷാഫിയൊക്കെ മുറിക്കുന്ന പോലെ മുറിച്ചെടുക്കുകയാണെങ്കിൽ 4 കോടി രൂപ കിട്ടും. ഹാർട്ടിന് ഇത്ര, കരളിന് ഇത്ര, കുടലിന് ഇത്ര, വൃക്കയ്ക്കിത്ര, ധമനിക്കിത്ര. സൂക്ഷിച്ചും കണ്ടുമൊക്കെ നടക്കണേ കേട്ടോ. നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള രോഗമുണ്ടെങ്കിൽ ആ രോഗത്തെ അല്ല ചികിത്സിക്കേണ്ടത്, അതിൻ്റെ കാരണത്തെയാണ്. ആ കാരണം അനാരോഗ്യം എന്നുള്ളതാണ്. നമ്മുടെ വിചാരം ഞാനെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഞാനാണെന്നാണ്. അതുകൊണ്ട് കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ഞാൻ എന്നെ സുന്ദരനാക്കുന്നു, സുന്ദരിയാക്കുന്നു, മുടി ചീകുന്നു. ഒരു പാട്ടുണ്ടല്ലോ, തിലകം ചാർത്തി ചിരിയുമഴകായി പല നാൾ പോറ്റിയ പുണ്യശിരസേ. തിലകം ചാർത്തി ചിരിയുമഴകായി പല നാൾ പോറ്റിയ പുണ്യശിരസേ. ഉലകം വെല്ലാൻ ഉഴറിയ നീയോ, ഉലകം വെല്ലാൻ ഉഴറിയ നീയോ, വില പിടിയാത്തൊരു തലയോടായി. ഇവിടെ കിടക്കണേ നെപ്പോളിയന്റെ തലയോട്, ഹിറ്റ്ലറുടെ തലയോട്, സ്റ്റാലിൻ്റെ തലയോട്, ഈ ഭൂമിയിൽ ജീവിച്ച യാചകരുടെ തലയോട്, ഭക്ഷണം തിന്നു തീറ്റ കൊണ്ട്. പ്രകൃതി പാതയിലെ സൗഖ്യ സാക്ഷ്യങ്ങൾ. സൈമൺ ബ്രിട്ടോയെ നിങ്ങൾ എല്ലാവരും അറിയും. സൈമൺ ബ്രിട്ടോ തുടങ്ങി ലക്ഷ്മിക്കുട്ടി വരെയുള്ള പ്രകൃതി ജീവനത്തിന്റെ ഉപാസകരെ ഇന്റർവ്യൂ ചെയ്ത് എറണാകുളത്തെ പത്രലേഖകരിൽ പ്രധാനിയായ സോമു ജേക്കബ് തയ്യാറാക്കിയ ഒരു പുസ്തകമാണ്. ഏതെല്ലാം രോഗങ്ങൾ എങ്ങനെയെല്ലാമാണ് ഓരോരുത്തരും മാറ്റിയെടുത്തത് നിങ്ങൾക്ക് ഈ പുസ്തകത്തിൽ വായിക്കാൻ സാധിക്കും. കുറച്ചുകൂടെ കൃത്യമായി പ്രകൃതി ജീവനത്തെ മനസ്സിലാക്കാൻ, നിങ്ങൾക്ക് പ്രകൃതി ജീവനം പാലിക്കാൻ ആത്മവിശ്വാസം നൽകാൻ ഈ പുസ്തകം സഹായിക്കും. 130 രൂപയാണ് ഈ പുസ്തകത്തിന്റെ വില. 9496044503 ഈ നമ്പറിലേക്ക് നിങ്ങളൊരു വാട്സപ്പ് മെസ്സേജ് നിങ്ങളുടെ അഡ്രസ്സ് സഹിതം അയച്ചാൽ പുസ്തകം ലഭിക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ നേച്ചർ ലൈഫ് പ്രോഡക്ട്സ് ഓൺലൈൻ സൈറ്റിലൂടെയും നിങ്ങൾക്ക് പുസ്തകത്തിന് ഓർഡർ നൽകാവുന്നതാണ്. മരിച്ചവരുടെ തലയോട്, പട്ടിണി കിടന്ന് മരിച്ചവരുടെ തലയോട് എല്ലാം ഒരേപോലെ കിടപ്പുണ്ട്. അപ്പോൾ നമ്മളെക്കുറിച്ച് നമുക്കൊരു വിചാരമുണ്ട്. ഞാനെന്ന് പറഞ്ഞ ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന മനസ്സിൻ്റെ ചിന്തകൾക്കനുസരിച്ച് ചലിക്കുന്ന, മനസ്സ് നിയന്ത്രിക്കുന്ന ഒന്നാണ് നമ്മുടെ ശരീരം. കാലത്തെ കണ്ണു തുറന്നപ്പോൾ മനസ്സ് പറഞ്ഞു വേണ്ട, ഇന്നിപ്പോൾ ഈ ക്ലാസ് കേൾക്കാൻ ഒന്നും പോകണ്ട, ചുമ്മാ അങ്ങേര് വന്നിട്ട് ഇറച്ചി മീനും തിന്നാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് വെറുതെ ബുദ്ധിമുട്ടുണ്ടാക്കും. പോകണ്ടെന്ന് തീരുമാനിച്ചാൽ നിങ്ങൾ ഇങ്ങോട്ട് വരുമോ? അവിടെ തന്നെ കിടക്കും. അല്ല, ഈ ക്ലാസ് എനിക്ക് കേൾക്കണം, കേട്ടേ പറ്റുള്ളൂ, ഇത്തിരി നേരത്തെ എനിക്ക് കുളിച്ച് കുറച്ച് പണിയൊക്കെ തീർത്തിട്ട് വേണം ക്ലാസ് കേൾക്കണമെന്ന് വിചാരം വന്നാൽ നിങ്ങൾ നേരത്തെ എനിക്ക് പോരും. അപ്പം നിങ്ങളുടെ മനസ്സാണ് ഈ ശരീരത്തിലെ എല്ലാ ചലനങ്ങളെയും നിയന്ത്രിക്കുന്നത്. നല്ലൊരു ശതമാനവും നിങ്ങളുടെ ആന്തര ചലനങ്ങളെ വരെ മനസ്സിന് നിയന്ത്രിക്കാൻ സാധിക്കും.
നിങ്ങൾക്കൊന്ന് പേടിക്കാൻ തീരുമാനിച്ചാൽ, നിങ്ങളൊന്ന് പേടിച്ചാൽ നെഞ്ച് കിടന്നിങ്ങനെ ഹൃദയം കിടന്ന് ചെണ്ട കൊട്ടാൻ തുടങ്ങും, കാല് മുട്ടി വിറക്കാൻ തുടങ്ങും, ദാഹം വരും. ആകെ മാനസികമായ ചിന്തകൾക്കനുസരിച്ച്, വിചാരങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ ശരീരത്തിൽ പ്രതിഫലനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യത്തിലും അതിൻ്റെ സ്വാധീനം വരുന്നുണ്ട്. മനസ്സ് ശരിയല്ലെങ്കിൽ ശരീരം നന്നാവില്ല, എന്ത് ഭക്ഷണം കഴിച്ചാലും. ഈ മനസ്സിനെ നിയന്ത്രിക്കുന്നത് ആരാണ്? നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ ശരീരത്തെ നിങ്ങളുടെ മനസ്സാണ് നിയന്ത്രിക്കുന്നത്. നിങ്ങളുടെ മനസ്സിനെയും നിയന്ത്രിക്കുന്നത് എന്താണ്? മനസ്സിൽ എന്ത് ചിന്തിക്കണം നിങ്ങൾ തീരുമാനിക്കും. അത് ചിന്തിക്കണ്ട, അതങ്ങനെ വേണ്ട, വേറെ ചിന്തിക്കാം, വേറെ കാര്യത്തെക്കുറിച്ച് ആലോചിക്കാം. അങ്ങനെ മനസ്സിനെ കറക്റ്റ് ചെയ്യുന്ന, മനസ്സിനെ ഫോക്കസ് ചെയ്യുന്ന, ഒരു കാര്യത്തിലേക്ക് ചിന്തിക്കാൻ വിടുന്ന, ചിന്തിക്കാതിരിക്കാൻ വിടുന്ന അതാരാണ്? അതെന്താണ്? അതാണ് ഞാൻ. ആ ആത്മതത്വം, ആത്മശക്തിയാണ് ഞാൻ, ജീവശക്തിയാണ് ഞാൻ. ആ സാധനം അങ്ങോട്ട് പോയാലോ? കാറ്റ് പോയെന്നാ പറയുക, കാറ്റായിട്ടാണ് അത് പോണത്. അതങ്ങ് പോയി കഴിഞ്ഞാൽ തീർന്നു. ഇത് ചെയ്യാൻ തുടങ്ങി, ഈ സാധനം ചെയ്യാൻ തുടങ്ങി. തിലകം ചാർത്തി, ചിവിയ മുഴുവൻ, പല നാൾ പോറ്റിയ പുണ്യ, ഭയങ്കരമായിട്ട് കാത്ത ചെയ്യാൻ തുടങ്ങി. ഒരു വിലയില്ലാത്ത തലയോടായിപ്പോയി. അപ്പം നമ്മൾ നമ്മെ തിരിച്ചറിയണം. നമ്മുടെ ജീവന് സഞ്ചരിക്കാൻ വേണ്ടി അമ്മയുടെ ഉദരത്തിൽ ജീവൻ പണി ചെയ്ത രഥമാണിത്. ഇതൊരു വാഹനമാണ്. ഇതിനെക്കൊണ്ട് ഓരോ ജോലിയും ചെയ്യിപ്പിക്കുക എന്നുള്ളത് നമ്മൾ നമ്മുടെ സാമൂഹ്യ തലത്തിൽ ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷേ അൾട്ടിമേറ്റായിട്ട് ജീവന് ഇതിനുള്ളിൽ വ്യാപരിക്കുക, ഇതിനെ കൊണ്ട് നടക്കുക എന്നുള്ളത് ജീവന്റെ താല്പര്യമാണ്. ഇത് ജനിക്കണമെന്ന് തീരുമാനിച്ച് ജനിപ്പിച്ച് വളർത്തിയെടുത്ത് പരിപാലിക്കുന്നത് ജീവനാണ്. അപ്പൊ നിങ്ങൾ ആരാണ്? നിങ്ങളുടെ ഉത്തരവാദിത്വം എന്താണ്? ഇതിനെ സംരക്ഷിച്ചുകൊണ്ട് നടക്കുക, ഇതിനെ കേടുപറ്റാതെ നോക്കുക, ഇതിനുള്ളിലേക്ക് ചാരായം ഒഴിച്ചു കൊടുക്കാതിരിക്കുക, ഇതിനുള്ളിലേക്ക് പുക വലിച്ചു കയറ്റാതിരിക്കുക. ഇതൊക്കെയാണ് നിങ്ങളുടെ കടമ. പുകയുള്ളിടത്തു നിന്ന് മാറിക്കൊടുക്കുക, ഇതിനെ വട്ടുപിടിപ്പിക്കാതിരിക്കുക, ഇതിൻ്റെ കണ്ണിലും മൂക്കിലും അച്ചാർ തേച്ച് വെക്കാതിരിക്കുക. എന്തൊരു രുചിയാണോ അച്ചാറ്! കുടലിൽ മുഴുവൻ അച്ചാർ തേച്ച് വെക്കുകയാണ്. കുറെ കഴിയുമ്പോൾ പൈൽസാണ് പിന്നെ മലദ്വാരത്തിന്റെ അറ്റത്ത് വരുന്നത്. എന്നിട്ട് അതിന് ചികിത്സക്ക് നടക്കുക. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടുകൊടുക്കാൻ പാടില്ലാത്തതൊക്കെ ഇട്ടുകൊടുത്ത് അതിനെ പരവശമാക്കിയിട്ട്, അതിനെ പീഡിപ്പിച്ചിട്ട് മരുന്നിന് നടന്നിട്ട് എന്താ കാര്യമുള്ളത്? അപ്പൊ നമ്മുടെ ശരീരം, ഈ ആന്തരികമായ ഒരു സംവിധാനം, പരസ്പര ബന്ധിതമായി പരസ്പരം കോർത്തിണക്കി പ്രവർത്തിക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. അതങ്ങനെ നടന്നോളും, അവരങ്ങനെ നടത്തിക്കോളും, അവരതിൽ മുടക്കം വരുത്തില്ല. ഹൃദയം സിനിമ കാണാൻ പോവില്ല, കരൾ ക്രിക്കറ്റ് കളിക്കാൻ പോവില്ല. അവയ്ക്ക് വിധിച്ചിട്ടുള്ള ജോലി സമർപ്പിതമായി അവർ ചെയ്യും. അതിൽ നിന്ന് അവരെ തടയുന്നതാണ്, അതിനെ അനുവദിക്കാതിരിക്കുന്നതാണ് നമ്മൾ ചെയ്യുന്ന തെറ്റ്. ആ തെറ്റിൽ നിന്നാണ് ഈ സിസ്റ്റം തകരുന്നത്. നമ്മുടേതായ അത്തരം തെറ്റുകളിൽ നിന്നാണ് ശരീരത്തിന് ആരോഗ്യ തകർച്ച ഉണ്ടാകുന്നത്.